അത് നമുക്ക് മാങ്ങ ഫ്രൂട്ട് ഉണ്ടാക്കിയാലോ? ഓക്കെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ ഗായ്സ്, മാങ്ങ ഫ്രൂട്ട് ഉണ്ടാക്കിയാണ് ഗായ്സ്. നല്ല പഴുത്ത മാങ്ങയാണ് ഗായ്സ്. അപ്പം അർദുവിന് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ് മാങ്ങ ഫ്രൂട്ടി. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് ഗായ്സ്. അപ്പം മാങ്ങ ഫ്രൂട്ടിയിലേക്ക് നമുക്ക് പോവാം. ഞാൻ മാങ്ങയെടുത്ത് ഇതിപ്പം ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. അങ്ങനെ വരഞ്ഞ് മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറ്റുന്നില്ല ഗായ്സ്. ഞാൻ പിന്നെ അവസാനം സ്പൂൺ വെച്ച് വടിച്ചെടുക്കുകയാണ് ഗായ്സ് ചെയ്തത്. പിന്നെ അതെടുത്ത് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാവും. ഒരു ഒറ്റ ഫിസിലോടുകൂടി നമ്മളത് വേവും. അങ്ങനെ അത് വേവിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഇച്ചിരി പഞ്ചസാര ഒരു 2-3 കപ്പ് നമ്മളുടെ മധുരത്തിന് ഇഷ്ടം അനുസരിച്ച് എടുക്കുക. അതെടുത്തുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം, ഇപ്പം നമ്മൾ 3 കപ്പ് പഞ്ചസാര ഇടുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം മതിയാകും. അതിൽ കൂടുതൽ വെള്ളം വേണ്ട. കാരണം വെച്ചാൽ നമ്മളെ മാങ്ങയിൽ ഓൾറെഡി മധുരം ഉണ്ടെങ്കിൽ ഭയങ്കര മധുരമായി പോവും. ഞാനന്നേരം അത് കറക്റ്റ് ജസ്റ്റ് ഒന്ന് പാനിയാകാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്ക് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്ന് ആ മാങ്ങയെടുത്ത് അതിലിട്ടു. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ജസ്റ്റ് ഒന്ന് കുറി വരുന്നേരം ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് അരിച്ചെടുക്കണം. അത് ജസ്റ്റ് അരിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിലല്ലേ നമ്മളിട്ട് ക്രഷ് ചെയ്യുന്നത്. അപ്പം ചിലത് ഉടഞ്ഞില്ലെങ്കിൽ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ ഈ അടുപ്പത്ത് വെച്ച് വേവിച്ച സാധനം ഒന്ന് അരിച്ചെടുക്കുക. അത് നമുക്ക് അരിച്ചെടുക്കാം. അത് ചായ അരിപ്പോ അല്ലെങ്കിൽ നമുക്കല്ലാതെ നമ്മൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പോ ഏതൊക്കെ എടുത്താലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ കുറി വീതിക്കായിരിക്കും. നമ്മളൊന്ന് ഫോയിൽ ചെയ്തെടുത്തല്ലേ ഉള്ളൂ. ഇനി വെള്ളം വെച്ചൊന്ന് ബോയിൽ ചെയ്തെടുത്തല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം, ചൂടുവെള്ളമായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പച്ചവെള്ളമായാലും കുഴപ്പമില്ല, ഏതായാലും എടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊഴിച്ച് അതിന് കട്ടി ഒന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുക.